ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെയും ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പുനർജനി 2025 പരിസ്ഥിതി ദിനാചരണം ശംഖുകുളങ്ങര കാവിൽ വെച്ച് നടത്തി. MLA E.T. ഡൈസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലഭിക്കാത്തതിന്റെ വിഷയം ഇതൊക്കെയാണ് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു ചെറിയ 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം നമുക്ക് അല്ലേ ഉപേക്ഷിച്ചാൽ ജീവൻ നഷ്ടപ്പെട്ടു എന്ന സാധനമുണ്ട്. എന്താണ് പറഞ്ഞു കുട്ടികൾ പറയും. ഏതാണ്? ഓക്സിജൻ. നിങ്ങളോട് ആരെങ്കിലും ഒന്ന് പറയുന്നുണ്ട് ഓക്സിജൻ കുറച്ച് വലിച്ചാൽ മതി, ഇല്ല വല്ല ശ്വാസം മുട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വലിച്ചാൽ മതി, ഞങ്ങൾക്ക് കൂടെ ഉള്ളതാണ് ബാക്കി വെക്കണമെന്ന് എന്നിപ്പോൾ പറയാറില്ല. നാളെ പറഞ്ഞാലോ, നാളെ ചിലപ്പോൾ ഇങ്ങനൊരു കാലം ഉണ്ടായാലോ. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വസ്തു ഇപ്പോൾ നമുക്ക് ഉണ്ട് നല്ലോണം. ഞങ്ങൾ ഒരിക്കലും അപകടം ഭയങ്കരമായിട്ട് വിഷമിച്ചൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് അറിയും? കൊറോണ കാലത്ത് ആളുകൾ രാത്രി 12 മണിക്കും 12:30ക്കും വിളിച്ച ആളുകളുണ്ട്. എന്തുകൊണ്ടറിയോ? എൻ്റെ ഇവിടുത്തെ ശ്വാസത്തിൻ്റെ ഇതിന് കുറച്ച് എന്ത് വേണം, ഒരു സിലിണ്ടർ ഞങ്ങൾക്ക് ഓക്സിജൻ സിലിണ്ടർ തരണം. ഓക്സിജൻ സിലിണ്ടർ 12:00ക്കും 1 മണിക്കൊക്കെ ചോദിച്ചാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അന്ന് ആ ഓക്സിജൻ സിലിണ്ടർ ചോദിക്കുമ്പോൾ അതിൻ്റെ വില ഞങ്ങൾ ചോദിച്ചു. എത്രയാണ് സിലിണ്ടർ വില എന്നറിയോ? 3000-4000 രൂപയാണ് ഒരെണ്ണത്തിന്. ഒരു സസ്യം അല്ലെങ്കിൽ നല്ലൊരു വൃക്ഷം പുറത്തുവിടുന്ന ഓക്സിജൻ്റെ അളവ് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയോ സിലിണ്ടറുകൾ നിറയാനുള്ള സാധനം ആർക്ക് തരുന്നുണ്ട്? നമുക്ക് തരുന്നുണ്ട്. വിലയും കൽപ്പിക്കുന്നുണ്ട് അല്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ആവശ്യത്തിനും അനാവശ്യത്തിനും അല്ലേ എന്ത് ചെയ്യണം അല്ലേ? മരങ്ങളെ മുറിക്കുകയാണ്. ചിലയിടത്ത് മുറിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും മരം മുറിച്ചാൽ അതേ മാങ്ങ ഉണ്ടായിട്ട് വെക്കാല്ലേ, എന്തിനീ മരം ചക്ക ഉണ്ടാവുന്നില്ല, പിന്നെ എന്തിനാ ഈ പ്ലാവ് വേണ്ടാതെന്ന് തട്ടിക്കളയാൻ. ഏത് ചിലപ്പോൾ ഒരു വളരെ നിർബന്ധ സ്ഥിതിയിലൊക്കെ വരുന്ന സന്ദർഭം ഉണ്ടാവും. ചിലപ്പോൾ വീഴാൻ പോകുന്നു, ഇപ്പോൾ അപകടം പറ്റും, ആ വീടിനോ പ്രദേശത്തിനോ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്ന സ്ഥലത്തൊക്കെ പ്രശ്നം പറ്റും. ഓക്കെ, നമുക്ക് ആലോചിക്കാം. പക്ഷേ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു ആലോചനയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റോട് സൂചിപ്പിച്ചത്. ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യാം? നോ എന്ന് പറഞ്ഞൊരു ദിവസമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. BMCയുടെ നേതൃത്വത്തിൽ MES ആസ്മാബി കോളേജ് NSSN വോളണ്ടിയർമാരുമായി ചേർന്ന് ശംഖുകുളങ്ങര കുളത്തിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്തു. പരിസ്ഥിതി ദിനത്തിൽ വിദ്യാലയങ്ങൾ, പൊതുസ്ഥലങ്ങൾ, കാവുകൾ, പൊതുയിടങ്ങൾ, തരിശുസ്ഥലങ്ങൾ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ നടീലുത്സവം നടത്തും. ജൈവ വൈവിധ്യത്തെ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി കാവും പരിസരവും സ്കൂൾ തല BMC ക്ലബ്ബുകളുടെയും NSS വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കും. വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയ്യൂബ്, CC ജയ, PA നൌഷാദ്, സെക്രട്ടറി രഹന P ആനന്ദ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി, വാർഡ് മെമ്പർമാരായ ഇബ്രാഹിം കുട്ടി, മിനി പ്രദീപ്, രമ്യ പ്രതീഷ്, ജൂനിയർ സൂപ്രണ്ട് രതീഷ് PS, BMC അംഗങ്ങളായ NM ശ്യാംലി, വരുൺ TK, രതീഷ് PR, ER രേഖ, ശംഖുകുളങ്ങര ട്രസ്റ്റ് സെക്രട്ടറി ദേവി പ്രസാദ്, സിന്ധു രാജേഷ്, സൗമ്യ ടീച്ചർ, റമീന ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു.